പെരുമ്പാവൂരിലെ കഞ്ചാവ് വിൽപ്പനക്കാരിൽ നിന്ന് സിനിമാ ലോകത്തെ ഡ്രൈവറും പിന്നീട് കേരളത്തെ ഞെട്ടിച്ച നടി ആക്രമിച്ച കേസിലെ മുഖ്യപ്രതിയുമായ പൾസർ സുനിയുടെ ക്രിമിനൽ പശ്ചാത്തലം കൂട്ടബലാത്സംഗ കേസിലെ ശിക്ഷാവിധി പ്രസ്താവിച്ച കോടതി പരിഗണിച്ചില്ല എന്ന ചോദ്യത്തിനും മറുപടി നൽകേണ്ടത് പ്രോസിക്യൂഷനാണ്. CPM MLA മുകേഷിന്റെ വിശ്വസ്തനാണ് പൾസർ സുനി എന്നും പറയുന്നുണ്ട്. പെരുമ്പാവൂർ ഐമുറി നടുവേലിക്കുടി വീട്ടിൽ സുരേന്ദ്രൻ ശോഭന ദമ്പതികളുടെ മകനാണ് സുനിൽകുമാർ. സുനിക്കുട്ടൻ എന്ന സിനിമാക്കാർക്കിടയിൽ വിളിക്കപ്പെട്ട ഇയാൾ പൾസർ സുനിയായി മാറിയത് ഒറ്റ രാത്രി കൊണ്ടല്ല. സിനിമാ മേഖലയിലേക്ക് ഡ്രൈവറായി എത്തുന്നതിന് മുൻപേ തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് അയാൾക്ക് ഇരട്ടപ്പേര് നൽകിയത്. കേരളത്തെ ഞെട്ടിച്ച കൂട്ടബലാത്സംഗ കേസിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷയായ 20 വർഷം കഠിന തടവിന് വിധിക്കപ്പെട്ട ഇയാൾ കേസിലെ മറ്റ് പ്രതികളെക്കാൾ മുൻപ് ജയിൽ വിടും. അതിനുള്ള വഴിയൊരുക്കിയത് സർക്കാരിന് കീഴിലെ പോലീസ് എന്നാണ് ആക്ഷേപം. പെരുമ്പാവൂരിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കടക്കം കഞ്ചാവ് വിറ്റതിനാണ് സുനിൽകുമാർ ആദ്യം പോലീസ് പിടിയിലാകുന്നത്. അന്ന് 6 മാസത്തോളം ജയിലിൽ കഴിഞ്ഞിരുന്നു. പിന്നീട് പുറത്തിറങ്ങിയ ഇയാൾ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി നേടിയെങ്കിലും മോഷണത്തിലേക്ക് ചുവടുമാറ്റി. ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിലെ ഉടമയുടെ പണം മോഷ്ടിച്ച് പൾസർ സുനി ബൈക്ക് വാങ്ങിയതോടുകൂടി പൾസർ സുനി എന്ന വിളിപ്പേര് കിട്ടി. പൾസർ ബൈക്കുകൾ മോഷ്ടിക്കുന്നത് പിന്നീട് ഇയാൾ പതിവാക്കി. വ്യക്തികളെ ആക്രമിക്കുന്നതും പതിവായതോടുകൂടി പെരുമ്പാവൂർ കോടനാട് പോലീസിന്റെ റൌഡി ലിസ്റ്റിലും ഇയാളുടെ പേരെത്തി. ഇത്തരത്തിൽ പെരുമ്പാവൂരിലെ കുപ്രസിദ്ധി നേടിയിരിക്കുകയാണ് സുനിൽകുമാർ സിനിമയിൽ എത്തുന്നത്. പല സിനിമാ താരങ്ങളുടെയും ഡ്രൈവറായും സെറ്റുകളിലെ വാഹനങ്ങൾ ഓടിക്കലുമായിരുന്നു ജോലി. ദിലീപിന്റെ വിശ്വസ്തനായ മാനേജർ അപ്പുണ്ണിയുടെ വാഹനം ഓടിച്ചിരുന്നതും സുനിയായിരുന്നു. ഷൂട്ടിംഗ് സെറ്റുകളിൽ അടുപ്പക്കാർക്കിടയിൽ പൾസർ സുനിയല്ല, മറിച്ച് സുനിക്കുട്ടൻ എന്നായിരുന്നു ഒരു വിളിപ്പേര്. പല കേസുകളിലും പ്രതിയായിരുന്ന ഇയാൾ നടൻ മുകേഷിന്റെ ഡ്രൈവറായും പ്രവർത്തിച്ചിരുന്നു. പക്ഷെ 2013 സുനിയെ പറഞ്ഞുവിട്ടതായാണ് നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയുടെ പേര് ഉയർന്നു വന്നപ്പോൾ മുകേഷ് പറഞ്ഞത്. നടിയെ ആക്രമിക്കാൻ മാത്രമല്ല സുനിക്ക് കൊട്ടേഷൻ കിട്ടിയിട്ടുള്ളത്. സിനിമാക്കാർക്ക് വേണ്ടി തല്ലും കൊട്ടേഷനും ഏറ്റെടുക്കുന്നത് സുനിയുടെ പതിവാണ്. നടിയെ തട്ടിക്കൊണ്ട് കാറിൽ കയറ്റിയപ്പോൾ താൻ സ്വമേധയാ ചെയ്യുന്നതല്ലെന്നും കൊട്ടേഷൻ ജോലി എന്നുമാണ് ഇയാൾ പറയുന്നത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ സുനിയെ 2017 ഫെബ്രുവരി 23 എറണാകുളം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കീഴടങ്ങാൻ എത്തിയപ്പോഴാണ് കോടതി മുറിക്കുള്ളിൽ നിന്ന് പിടികൂടിയത്. സുനി പിടിയിലായ ശേഷം നടി മേനക സുരേഷും വൻ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. തന്നെയും സുനി തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചിരുന്നു എന്നാണ് വെളിപ്പെടുത്തൽ. നടി ആക്രമിച്ച കേസിൽ 7.5 വർഷം വിചാരണ തടവ് അനുഭവിച്ച പൾസർ സുനി ജാമ്യത്തിൽ ഇറങ്ങിയിട്ടും മാറ്റമുണ്ടായിരുന്നില്ല എന്നും പെരുമ്പാവൂർ കുറുപ്പും പടിയിലെ ഹോട്ടലിൽ ആക്രമണം അഴിച്ചുവിട്ട സംഭവത്തിലാണ് ഇയാൾക്കെതിരെ വർഷങ്ങൾക്ക് ശേഷം പോലീസ് കേസെടുത്തത്. നടി ആക്രമിച്ച കേസിൽ കുറ്റങ്ങളെല്ലാം തെളിഞ്ഞിട്ടും കൂട്ടബലാത്സംഗ കേസിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് പൾസർ സുനിക്ക് കൊടുത്തത്. മുൻകാല കുറ്റകൃത്യങ്ങൾ പോലും പൾസർ സുനിക്കെതിരായ ശിക്ഷാവിധിയിൽ കോടതി പരിഗണിച്ചില്ലേ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. പ്രായവും കുടുംബ പശ്ചാത്തലവുമാണ് കുറഞ്ഞ ശിക്ഷ വിധിച്ചതിന് വിശദീകരണമായി കോടതി വ്യക്തമാക്കിയത്. വിചാരണ തടവ് 7.5 വർഷം പൂർത്തിയാക്കിയതിനാൽ അവശേഷിക്കുന്ന 13 വർഷം തടവ് ശിക്ഷ അനുഭവിച്ചാൽ മതിയെന്നും പൾസർ സുനിക്ക് ആശ്വാസകരമാണ്. കേസിൽ ശിക്ഷിക്കപ്പെട്ടവരിൽ ആദ്യം ജയിൽ ശിക്ഷ പൂർത്തിയാക്കുന്നതും ഇയാൾക്കായിരിക്കും. സുനിയുടെ പൂർവ്വകാല ചരിത്രം നിയമത്തിന് മുന്നിൽ എത്തിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു. നടി ആക്രമിച്ച കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് 20 വർഷം കഠിന തടവാണ് ലഭിച്ചത്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണിയം വർഗീസ് ആണ് ശിക്ഷ വിധിച്ചത്. പ്രതികൾ 50,000 രൂപ പിഴയും അടയ്ക്കണം. 1-ാം പ്രതി NS സുനിൽകുമാർ എന്ന പൾസർ സുനി, 2-ാം പ്രതി മാർട്ടിൻ ആന്റണി, 3-ാം പ്രതി B മണികണ്ഠൻ, 4-ാം പ്രതി VP വിജീഷ്, 5-ാം പ്രതി H സലീം, 6-ാം പ്രതി പ്രദീപ് എന്നിവർക്കാണ് കൂട്ടബലാത്സംഗ കേസിൽ 20 വർഷം കഠിന തടവ് വിധിച്ചിരിക്കുന്നത്. പിഴ ഒടുക്കിയില്ല എങ്കിലും 1 വർഷം കൂടി തടവ് അനുഭവിക്കേണ്ടി വരും. അതിജീവിതയ്ക്ക് 5 ലക്ഷം രൂപ പിഴ തുകയിൽ നിന്ന് നൽകാനും വിധിയിൽ പറയുന്നു. 1-ാം പ്രതി സുനിൽ IT ആക്ട് പ്രകാരം 5 വർഷം കൂടി തടവുണ്ട്. ഇത് പക്ഷേ 20 വർഷത്തെ കഠിന തടവിനൊപ്പം അനുഭവിച്ചാൽ മതി. പ്രതികളെ എല്ലാവരെയും വിയൂർ ജയിലിലേക്ക് അയക്കും. ജയിലിൽ മാറ്റണമെങ്കിൽ അതും ചെയ്യുമെന്നുമാണ് വ്യക്തമാകുന്നത്. പ്രതികൾക്ക് റിമാൻഡ് കാലത്തെ തടവ് ഇളവ് ചെയ്തു കൊടുത്തു. ദൃശ്യങ്ങൾ അടങ്ങിയ പെൻഡ്രൈവിന്റെ പകർപ്പ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസ് സുരക്ഷിതമായി വെക്കണമെന്നും കോടതി പറഞ്ഞു. പിഴ ഒടുക്കില്ല എങ്കിൽ 1 വർഷം കൂടി തടവ് ശിക്ഷ അനുഭവിക്കണം. കോളിളക്കമുണ്ടായ കേസാണ് ഇതെന്ന് കോടതി പറഞ്ഞു. വലിയ ട്രോമയാണ് ആ പെൺകുട്ടി അനുഭവിച്ചത്. പ്രതിയുടെ പ്രായം കൂടി പരിഗണിക്കേണ്ടിയിരിക്കുന്നു. 40-ൽ താഴെയുള്ളവരാണ് എല്ലാ പ്രതികളും എന്നും കോടതി പറഞ്ഞു. ജീവപര്യന്തം തടവാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടിരുന്നതെങ്കിലും 20 വർഷം കഠിന തടവിന് വിധിക്കുകയായിരുന്നു. ഉദ്യോഗജനകമായ ഒരു പകൽ നീണ്ട കാത്തിരിപ്പിന് വാദപ്രതിവാദങ്ങൾക്കും ശേഷമാണ്
പ്രതികൾക്കുള്ള ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നത്. 3:30 വിധി പ്രസ്താവിക്കുമെന്നാണ് കോടതി അറിയിച്ചിരുന്നത്. എങ്കിലും വിധിപ്പകർപ്പ് പ്രിന്റ് ചെയ്യുന്നതിലെ സാങ്കേതിക താമസം കാരണം 4:45 കൂടിയാണ് വിധി പ്രസ്താവന നടന്നത്. മറ്റുള്ളവർക്ക് കേസിലെ മറ്റ് പ്രതികളായിരുന്ന പി ഗോപാലകൃഷ്ണൻ എന്ന ദിലീപ്, ചാർലി തോമസ്, സനിൽകുമാർ, ജി ശരത്ത് എന്നിവരെ കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു. നടൻ ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. ഒന്നാം പ്രതി പൾസർ സുനി 7.5 വർഷം വിചാരണ തടവുകാരനായി കഴിഞ്ഞതുകൊണ്ട് ബാക്കിയുള്ള 12.5 വർഷം കൂടി തടവ് അനുഭവിച്ചാൽ മതി. രണ്ടാം പ്രതി മാർട്ടിൻ 13.5 വർഷം കൂടി തടവിൽ കഴിയേണ്ടി വരും. ബാക്കിയുള്ള 4 പ്രതികൾ 15 വർഷം കൂടി തടവിൽ കഴിയേണ്ടി വരും. അതേസമയം രണ്ടാം പ്രതി മാർട്ടിൻ വിധി പ്രസ്താവന കേട്ടതോടെ കോടതിയിൽ പൊട്ടിക്കരഞ്ഞു. പൾസർ ബൈക്കുകൾ തിരഞ്ഞുപിടിച്ച് മോഷ്ടിക്കുന്നതിനാൽ പൾസർ ബൈക്കുകളോടുള്ള പ്രിയം കാരണം ആദ്യമായി നാട്ടിൽ പൾസർ ബൈക്ക് വാങ്ങിയതിനാൽ എന്ന് തുടങ്ങിയ പേരാണ് പൾസർ എന്നുള്ളത്. പൾസർ സുനി എന്ന പേര് കിട്ടാൻ കാരണമായതിന്റെ കഥകൾ പലതാണ്. 20 വയസ്സിന് മുന്നേ തന്നെ ലഹരി, മോഷണം, കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ ഇയാൾ ഏർപ്പെട്ടിരുന്നു. എന്നാൽ സ്വന്തം നാട്ടിൽ അധിക കാലം ഇയാൾ താമസിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇയാളെ കുറിച്ച് നാട്ടുകാർക്ക് വലിയ അറിവില്ല. എറണാകുളം വൈറ്റില കേന്ദ്രീകരിച്ച് ടാക്സി ഡ്രൈവേഴ്സ് ക്ലബ് ഉണ്ടാക്കുന്നതോടെയാണ് പൾസർ സുനി സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. സിനിമയിൽ നിന്നും മറ്റുമുള്ള പ്രമുഖർ ബന്ധപ്പെട്ട ആവശ്യത്തിന് ടാക്സികൾ ഏർപ്പെടുത്തി കൊടുക്കുക എന്നതായിരുന്നു ക്ലബിന്റെ ഉദ്ദേശം. അങ്ങനെ സിനിമാക്കാർക്കൊപ്പമുള്ള സുനിയുടെ യാത്ര ആരംഭിച്ചു. പിന്നാലെ മലയാള സിനിമാ മേഖലകളിലെ പലരുടെയും വിശ്വസ്തനായി പൾസർ സുനി മാറി. പല നായികമാരുടെയും ഡ്രൈവറായും സിനിമാ സെറ്റുകളിലെ വാഹനങ്ങൾ മോട്ടിച്ചു മലയാള സിനിമയിൽ കൂടുതൽ ബന്ധുക്കളും ബന്ധങ്ങളും ഒക്കെ തന്നെ പൾസർ സുനി ഉണ്ടാക്കിയെടുത്തു. 2013 കാലത്ത് നിരവധി തവണ സുനിൽ സുരേന്ദ്രൻ എന്ന പേരിൽ പൾസർ സുനി ദുബായ് യാത്ര നടത്തിയതായി പോലീസ് സംശയം പ്രകടിപ്പിച്ചിരുന്നു. അക്കാലത്ത് ദുബായിൽ നടന്നിട്ടുള്ള പല അനാശാസ്യ കേസുകളിലും പൾസർ സുനിക്ക് പങ്കുണ്ടെന്ന് പോലീസ് സംശയിച്ചിരുന്നു. പൾസർ ജയിലിൽ നിന്നും അയച്ച ഒരു കത്തിനെ ചൊല്ലിയുള്ള അന്വേഷണത്തിന് ഒടുവിലാണ് കേസിൽ ദിലീപും പ്രതിചേർക്കപ്പെടുന്നത്. ജൂൺ 28-ന് ദിലീപിനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്ത് വിട്ടയച്ചെങ്കിലും ജൂലൈ 10 മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ഒടുവിൽ ദിലീപ് അറസ്റ്റിലായി. 2017 ഫെബ്രുവരി 23 മുതൽ നീണ്ട 7 വർഷങ്ങൾ പൾസർ സുനി അഴിക്കുള്ളിൽ കഴിഞ്ഞു. ഈ കാലയളവിനിടെ പൾസർ സുനി സമർപ്പിച്ച 10 ജാമ്യ ഹർജികളാണ് ഹൈക്കോടതി തള്ളിയത്. തുടർച്ചയായി ജാമ്യ ഹർജി സമർപ്പിച്ചതിന് 25,000 രൂപ പിഴയും ഈടാക്കിയിരുന്നു. ഒരിക്കൽ ജാമ്യ ഹർജി നൽകി 3 ദിവസങ്ങൾക്കിപ്പുറം പൾസർ സുനി വീണ്ടും ഹർജി സമർപ്പിച്ചതിന് പിന്നാലെയാണ് കോടതി നടപടിയെടുത്തത്. കോടതിയിൽ കൂടാതെ സുപ്രീം കോടതിയിലും പൾസർ സുനിയുടെ ജാമ്യ ഹർജി പലതവണ തള്ളിയിരുന്നു. പിന്നീട് 2024-ലാണ് സുപ്രീം കോടതി പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത്. ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയുടെ ഡ്രൈവറുകളിൽ ഒന്നിന്റെ ഡ്രൈവറായിരുന്നു പൾസർ സുനിയെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനി കീഴടങ്ങാൻ എത്തിയത് പോലും നാടകീയമായിട്ടായിരുന്നു. കോടതി മുറിക്കുള്ളിൽ നിന്നാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇത് കോടതി കണ്ടില്ല എന്ന് നടിച്ചു. കേസിന്റെ തുടക്കം മുതൽ പ്രതികളുടെ സ്വാധീനത്തെക്കുറിച്ച് വാർത്തകൾ പ്രചരിച്ചിരുന്നു. പോലീസിലെ ഉന്നതർ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെ സഹായിക്കുന്നതായും ആരോപണം ഉയർന്നിരുന്നു.